ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഫ്രണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. Did not help much around the house, but he was as excited as his parents when they bought the latest model of a butler robot. As soon as it arrived, off it went cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. ഈ പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി ആ വീട്ടിൽ ആരെയും സഹായിക്കാറില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പേരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. എക്സൈറ്റഡ് മീൻസ് ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് എന്തൂസിയാസം ആൻഡ് ഈഗർനെസ്. എക്സൈറ്റഡ് എന്നൊരു വേർഡ് അവിടെ ഉണ്ട്. അതിൻ്റെ മീനിങ് ആകാംക്ഷ എന്നാണ്. His parents bought the latest model of a butler robot. Butler robot means a robot that is designed to help with household chores. വീട്ടുജോലികൾ ചെയ്യാനായി ഡിസൈൻ ചെയ്തിട്ടുള്ള റോബോട്ടുകളെയാണ് ബട്ട്ലർ റോബോട്ട് എന്ന് പറയുന്നത്. When the parents bought a butler robot, it made him excited. വീട്ടുജോലികൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ബട്ട്ലർ റോബോട്ടിനെ കണ്ടപ്പോൾ റിക്കിക്കും ആകാംക്ഷയായി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് വന്നപ്പോൾ തന്നെ പലതരം ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്. ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി, വൃത്തിയാക്കാൻ തുടങ്ങി, അയണിങ്, തുണി തേക്കാൻ തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. ഇതിൽ ആ റോബോട്ട് പ്രധാനമായിട്ടും ചെയ്ത ജോലിയെന്ന് പറയുന്നത് റിക്കിയുടെ പല സ്ഥലങ്ങളിലായിട്ട് കിടന്ന തുണികൾ തറയിൽ നിന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു. ആ പേജിൽ ഒരു ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ ജോലികളാണ് ബട്ട്ലർ റോബോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡസ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ഈ പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഓൺ ദ ഫസ്റ്റ് ഡേ when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. Wonderful, how neat and tidy my room looks, he exclaimed. On the first day when he went to sleep, റോബോട്ടിനെ കൊണ്ടുവന്ന ദിവസം രാത്രി അവൻ ഉറങ്ങാനായി പോയി. His bedroom was in a disastrous state as usual. Disastrous means damaged. എല്ലാ ദിവസത്തെയും പോലെ ആ ദിവസവും അവൻ്റെ ബെഡ്റൂം ഒരു ഡാമേജ്ഡ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ ഇവൻ ഉണർന്നു നോക്കിയപ്പോൾ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അവൻ്റെ റൂം വളരെ വൃത്തിയായിട്ട് കിടക്കുന്നത് അവന് കാണാൻ സാധിച്ചു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. അതിശയമായിരിക്കുന്നു, എത്ര വൃത്തിയായിട്ട് കിടക്കുന്നു എൻ്റെ മുറി, അവൻ ആശ്ചര്യപ്പെട്ടു. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ, ഹി പെസ്റ്റേഡ് ഹിസ് മദർ. ഹിസ് റൂം വാസ് ടു ക്ലീൻ. അവൻ്റെ റൂം ശരിക്കും വൃത്തിയായിരുന്നു. ബട്ട് ദെയർ വാസ് എ പ്രോബ്ലം. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് തിങ്സ് ഫ്രം ദ റൂം. റിക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫേവറേറ്റ് ഫുട്ബോളും ആ റൂമിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അവൻ അമ്മയോട് ചോദിക്കുകയാണ്, മാ, വേർ ഈസ് മൈ ടീഷർട്ട്? അമ്മേ, എൻ്റെ ടീഷർട്ട് എവിടെയാണ്? വേർ ഈസ് മൈ ബോൾ? എൻ്റെ ബോൾ എവിടെയാണ്? He pestered his mother. Pestered means to behave in an annoying manner. ശല്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ അമ്മയെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ, എവിടെയാണ് എൻ്റെ ഷർട്ട്? എവിടെയാണ് എൻ്റെ ബോള്? ഈ ക്ലാസ്സിലെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.